രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റവും ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിൽ തുളി തുളിയിടയ്ക്കേലെ സംഗീതം പഞ്ചാഗ്നി പൂഞ്ചൊലിക്കുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ ചന്ദനം പോർമാറിലണിയുന്നു നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുളിരുളിരു. പറയരുതേ രാധയരുതേ ഇതു ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുളി തുളിയിടയ്ക്കേലെ സംഗീതം പഞ്ചാഗ്നി പൂഞ്ചൊലിക്കുന്നു. സുന്ദരമേഘച്ചേർത്തെല്ലാം അഴിച്ചു നീ നിൻ തിരുമേ ചേർത്തുന്നു. നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു. പറയരുതേ രാധയരുതേ ഇതു ഗുരുവായൂരപ്പ രഹസ്യം. ഹായ് നോക്കൂ, മനോഹര കാഴ്ചയിൽ പൂത്തു നിൽക്കുന്ന അടീനിയം പൂക്കളും അതുപോലെ ഞാനും പങ്കെടുക്കുന്ന ഒരു വീഡിയോയാണ്. ഇതാ കണ്ടോ, ഒരുപാട് പൂത്ത് വരുന്നുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് പൂത്ത് വരികയാണ് നമ്മുടെ അടീനിയം. അതുപോലെ ചെമ്പകപ്പൂ അല്ല കേട്ടോ, ചെമ്പകപ്പൂ ഇതാ കണ്ടോ, ഇതാണ് ചെമ്പകം, വെള്ളച്ചെമ്പകം അല്ലേ. എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ഫാമിലി ഒത്തിരി പേര് ചോദിച്ചു എന്താണ് ഇത് ചെമ്പകമല്ലേ എന്ന്. എല്ലാവരുടെയും സംശയം തീരാൻ വേണ്ടിയിട്ട് ഈ ചെമ്പകപ്പൂവിനെ കണ്ടുപിടിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ചെമ്പകപ്പൂവിനെ നമ്മൾ കണ്ടേ. അതുപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടീനിയം പൂക്കളാണ്. കണ്ടോ, അതും ഈ ചെമ്പകമായിട്ട് വളരെ രാപ്പകൽ വ്യത്യാസമുണ്ട്. രണ്ടും മേച്ചായ പൂക്കളല്ല. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ചെടിക്ക് വിലക്കേർപ്പെടുത്തിയ ഒരു കാലമുണ്ടായിരുന്നു. പുതിയ തലമുറകൾ ഈ ചെടിയെ വീണ്ടും സ്വീകരിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ അന്നും ഇന്നും വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയ ഈ സുന്ദരികൾ ഇന്ന് വളരെ ഫേമസ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ. ഇത് നാടൻ അടീനിയം പൂക്കളാണ്, തൈകളാണ്. എന്നാൽ നല്ല അടുക്കുള്ളതും അടുക്കല്ലാത്തതും വെറൈറ്റി കളറുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടും. അതുപോലെ ഇവിടെ അത്രയും നല്ല കളറുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ പലതരം കളറില്ല ഈ പൂക്കളെ നമുക്കിവിടെ കാണാം. ഇതൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ അടീനിയം പൂക്കളിൽ പല പല കളറിൽ ചെറിയ വ്യത്യാസ രീതിയിലുള്ള കളറിട്ട് നിൽക്കുന്ന പൂക്കൾ നിറയെ ഇവിടെ ഉണ്ട്. ഒരു കളർ മാത്രം ഉള്ളൊരു പ്ലാന്റ് അല്ല, പല പല ചെറിയ ഡിസൈൻ കളറുള്ള ഒരുപാട് പൂക്കളെ നമുക്കിതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. അതുപോലുള്ള ചെടികൾ. അതുപോലെ തന്നെ എത്ര ചൂടായാലും വാടി തളരാതെ ഈ മക്കൾ ഇവിടെ വളരും കേട്ടോ. മരുഭൂമിയിൽ വളർന്നു പിടിച്ച് പൂത്തു നിൽക്കുന്ന സുന്ദരികളാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ചൂട് ടൈമിൽ ഒരു ഇലകൾ പോലുമില്ലാതെ ആകെ തണ്ടു മാത്രം നിൽക്കും. അതങ്ങോട്ട് കഴിഞ്ഞ് തണുപ്പിലേക്ക് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവരങ്ങോട്ട് പൂത്തു തുടങ്ങും കേട്ടോ. ഇലകളൊക്കെ വന്നിട്ടേ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതുപോലെ സുന്ദരികളായ പൂക്കളെ നമുക്ക് കാണാൻ പറ്റും. നല്ല മക്കളല്ലേ, എന്താ ഭംഗി കാണാൻ. അങ്ങനെ വെറൈറ്റി കളറിലെ സുന്ദരിയും സുന്ദരന്മാരും എല്ലാവരും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കായുണ്ട് കേട്ടോ. വിത്ത് കിട്ടിയാൽ പാകി പൊടിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റും. മറന്നില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോഴേ കൊണ്ടുവരും കേട്ടോ. 1-2 കമ്പൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല കളറുള്ളതേ കൊണ്ടുവരണം. കഴിഞ്ഞ വർഷം വന്നപ്പോഴും മറന്നുപോയതാണ്, പോകാനുള്ള സമയം കിട്ടിയില്ല. അതുപോലെ തന്നെ 6 മാസം കൂടെ കഴിഞ്ഞാൽ ജോലി നിർത്തി നാട്ടിൽ വരും. പിന്നെ തിരിച്ചിങ്ങാട്ടില്ല. മറക്കാതെ ചെടിയുടെ കമ്പ് കൊണ്ടുവരാൻ ആണ് എൻ്റെ ആഗ്രഹം.
ഇനി എങ്ങനെയാണെന്നറിയില്ല. ആ ഒരു സമയത്ത് നമുക്കിതൊക്കെ അങ്ങ് വിട്ടുപോകും, മറന്നിലയിൽ കൊണ്ടുവരും. അതുപോലെ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോൾ വിളിക്കാൻ നോക്കരുത്, ജോലിയിലായിരിക്കും. വോയിസ് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ പൂക്കൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. മനോഹര കാഴ്ചയിൽ സുന്ദരികൾ പൂത്ത് നിൽക്കുന്ന കാണുന്നില്ലേ, എന്തല്ലേ. ശരി, അങ്ങനെ വളർന്ന് പൂത്ത് പന്തലിക്കട്ടെ. ഇതാ കണ്ടോ, അടിപൊളിയാണ് കാണാൻ, നല്ല കാഴ്ചകളാണ്. അതുപോലെ എല്ലാ സീസണിലും ഞാൻ വരുന്നൊരു ഏരിയയാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട്, ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എല്ലാ സീസണിലും ഈ പൂക്കൾ വിരിയുമ്പോൾ പോയി ഇതുപോലെ വീഡിയോ എടുക്കും. അങ്ങനെയുള്ള വീഡിയോ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പൂക്കൾ വീഡിയോ തന്നെയാണ് ആദ്യം നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. വേറെ പറയാൻ, ഈ പൂക്കളെല്ലാം പുതിയ മക്കളാണ്, 2 ആഴ്ച പോലും ആകാത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ വിരിഞ്ഞ് നിൽക്കുന്നത്. കണ്ടോ, ഇനി അങ്ങോട്ട് ഈ പൂക്കളെല്ലാം നിറഞ്ഞു പിടിക്കും, ഇലകൾ കാണാതെ. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഓക്കേ, ബൈ.